വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ചൂട് തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലവിലില്ലെങ്കിലും താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ കർശന മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. മറ്റ് ജില്ലകളിലും സാധാരണയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി വൈഷ്ണ പ്രഭാകരൻ ചേരുന്നു. വൈഷ്ണ, ഈ ഒരു കൊടും ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം. ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, സംസ്ഥാനത്ത് കൊടും ചൂട് തന്നെയാണ്. പക്ഷേ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്നില്ല എന്നുള്ളതാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ചൂടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗമുണ്ട്. വളരെയധികം ചൂട് കൂടിയ സാഹചര്യത്തിൽ 11 മണി മുതൽ 3 മണി വരെ കനത്ത ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. കൂടാതെ വെള്ളം, ദാഹമില്ലെങ്കിലും നമ്മൾ നന്നായി വെള്ളം കുടിക്കണം. അതുപോലെ ജോലിസ്ഥലത്ത് ചൂടേൽക്കുന്ന നേരിട്ട് ചൂടേൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ലെങ്കിലും താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ചൂട് 40 ഡിഗ്രിക്ക് മുകളിൽ ഉയരാൻ സാധ്യതയുണ്ട്. അതുപോലെ തൃശ്ശൂർ, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി താപനിലയ്ക്ക് സാധ്യതയുണ്ട്. ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ലെങ്കിലും ചൂട് വളരെയധികം ഉയരുന്ന സാഹചര്യത്തിൽ എന്തായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതുപോലെ നേരിട്ടുള്ള ചൂട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സൂര്യാതപം എന്നിവ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധയോടെ വേണം പുറത്തേക്കൊക്കെ പോകാൻ. 11 മണി മുതൽ 3 മണി വരെ നേരിട്ടുള്ള ചൂട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുറത്ത് ജോലി ചെയ്യുന്നവർ കാര്യമായി ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളം നന്നായി കുടിക്കണം. അതുപോലെ ഭക്ഷണത്തിലും നിർജ്ജലീകരണം തടയാനുള്ള പഴങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കൾ കഴിക്കണം എന്നീ നിർദ്ദേശങ്ങളൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. ദീപ്തി, ശരി. എന്തായാലും സംസ്ഥാനത്ത് ചൂട് തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത്. ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ കർശന മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനാണ് സാധ്യതയുള്ളത്. മറ്റു ജില്ലകളിലും സാധാരണയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. വൈഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് ഓൺലൈനായാണ് യോഗം. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം യോഗം വിലയിരുത്തും. സ്വീകരിക്കേണ്ട നടപടികളും യോഗം വിലയിരുത്തും. ബന്ധപ്പെട്ട മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് ഓൺലൈനായാണ് യോഗം ചേരുന്നത്. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം ഈ ഒരു യോഗം വിലയിരുത്തും. ഇനി സ്വീകരിക്കേണ്ട നടപടികളും ഈ ഒരു യോഗം വിലയിരുത്തും. ബന്ധപ്പെട്ട മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും. വിവിധ ജില്ലകളിൽ ചൂട് ഉയരാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ലെങ്കിലും താപനില ഉയരാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ, ഇനി സ്വീകരിക്കേണ്ട നടപടികളെല്ലാം ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി ഇന്ന് 11 മണിക്ക് ഓൺലൈനായ യോഗം വിളിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട മന്ത്രിമാരും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും. 11 മണിയോടുകൂടി ഓൺലൈനായാണ് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ചേരുന്നത്.